എല്ലാവർക്കും മേക്ക് ഹിസ്റ്ററി ഈസി ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സിദ്ധാന്ത ശിരോമണി രചിച്ചത് ആര്? ഭാസ്കരാചാര്യർ. ഇന്ത്യൻ ബീജഗണിത ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഭാസ്കരാചാര്യർ. ആര്യഭട്ടീയം എഴുതിയത് ആര്? ആര്യഭട്ടൻ. ആരുടെ ഭരണകാലത്താണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്? കുമാരഗുപ്തൻ്റെ കാലത്ത്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ശക്രാദിത്യൻ. ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലയായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ്? തക്ഷശില. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ആര്? ധർമ്മപാലൻ. പാല രാജവംശത്തിലെ രാജാവായിരുന്നു ധർമ്മപാലൻ. പുലികേശി രണ്ടാമൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ശിലാശാസനം ഏതാണ്? ഐഹോൾ പ്രശസ്തി. ഐഹോൾ ശിലാശാസനം. ഹർഷചരിതം രചിച്ചത് ആരാണ്? ബാണഭട്ടൻ. ഉത്തരേന്ത്യ ഭരിച്ച അവസാന ഹിന്ദു രാജാവ് ആരാണ്? ഹർഷവർദ്ധനൻ. ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. ശിലാദിത്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹർഷവർദ്ധനൻ. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹുയാൻസാങ്. ചൈനീസ് സഞ്ചാരിയായിരുന്നു അദ്ദേഹം. ഹർഷകാലഘട്ടം ആരംഭിച്ചത് എന്ന്? AD 606. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹർഷവർദ്ധനൻ.